अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी, अंबर जागा, धरती जागी, अंबर जागा। तुम भी लाडलो जागो, मेरे लाडलो जागो। जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है, जागो, मेरे लाडलो जागो। जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन। प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है, मेरे लाडलो जागो। अखियाँ खोलो, शिव शिव बोलो, अखियाँ खोलो, शिव शिव बोलो। बच्चों आलस त्यागो, मेरे लाडलो जागो। मेरे लाडलो जागो,
मेरे लाडलो जागो, मेरे लाडलो जागो। ഓം ശാന്തി. എൻ്റെ പ്രാണീശ്വരനായ ബാബ, ഗുഡ് മോർണിംഗ്. ഞാൻ
എൻ്റെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശക്തിയിലൂടെ ഈ സൂക്ഷ്മദേഹത്തെ കൂടി ത്യാഗം ചെയ്ത് ഞാൻ ജ്യോതിർബിന്ദു ആത്മ തൻ്റെ നിരാകാരി ലോകത്തിലേക്ക് പോവുകയാണ്. എത്ര ഭാരരഹിതമായ അവസ്ഥ ഞാനിപ്പോൾ അനുഭവം ചെയ്യുകയാണ്. എൻ്റെ ദിവ്യനേത്രത്തിലൂടെ ഞാൻ എൻ്റെ സത്യമായ വീടിനെ കാണുന്നു. സ്വർണ്ണച്ചുവപ്പ് നിറം കലർന്ന അതിസുന്ദരമായ ലോകം. എത്ര നിസീമമായ ശാന്തിയാണിവിടെ. എത്ര ദിവ്യതയാൽ അലൗകികമാണ്. ഈ ദിവ്യമായ സ്ഥാനത്ത് മണികൾക്ക് സമാനം പ്രകാശിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കാണുന്നു. എൻ്റെ ദിവ്യനേത്രത്തിലൂടെ ഞാൻ എന്നെയും പ്രകാശമയമായി കാണുന്നു. ഞാൻ തൻ്റെ അനാദി സമ്പൂർണ്ണ സ്വരൂപത്തിൽ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുകയാണ്. എൻ്റെ പരമപിതാ പരമാത്മാ ശിവബാബ പരമപവിത്രമാണ്. ഈ പ്രിയപ്പെട്ട ദിവ്യവദനം നാനാഭാഗത്തും അനന്തമായ പവിത്രതയുടെ കിരണത്താൽ പ്രഭാപൂരിതമാണ്. ദിവ്യനേത്രത്തിലൂടെ ഞാൻ ആ പരമജ്യോതി ബിന്ദുവിനെ കാണുന്നു. പരമതേജസ്വിയായ എൻ്റെ പ്രിയപ്പെട്ട ശിവബാബയുടെ സന്മുഖത്താണ് ഞാനിപ്പോൾ. പരിധിയില്ലാത്ത വീട്ടിൽ പരിധിയില്ലാത്ത ബാബയുടെ കൂടെയാണ് ഞാൻ. ബാബയുടെ സാന്നിധ്യത്തിൽ ഞാനിപ്പോൾ കൂടുതൽ സന്തോഷവാനായിരിക്കുന്നു. വൃക്ഷപതിയായ ശിവബാബയോടൊപ്പം ആത്മാവായ ഞാനും ബീജസ്വരൂപമാണ്. ആ പരമ ജ്യോതി ബിന്ദുവിൻ്റെ സമീപത്ത് അനന്തമായ അനുഭവങ്ങളുടെ സാഗരത്തിൽ ഞാനിപ്പോൾ ലയിച്ചിരിക്കുകയാണ്. ശിവബാബയിൽ നിന്ന് പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും കിരണങ്ങൾ എന്നെ സമർത്ഥവും ശക്തിശാലിയുമാക്കി മാറ്റിയിരിക്കുന്നു. ബാബയുടെ ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും ശക്തിയിലൂടെ ഞാനിപ്പോൾ തൻ്റെ പൂർവ്വ സംസ്കാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ശക്തികളാൽ സമ്പന്നമായ ഞാൻ ബാബയ്ക്ക് സമാനം സ്വയം അനുഭവം ചെയ്യുകയാണ്. ഈ സമ്പൂർണ്ണ ശക്തിശാലി കിരണങ്ങൾ എന്നെ ബാബയ്ക്ക് സമാനം തേജോമയമാക്കി മാറ്റുന്നു. ഞാൻ ജ്വാലാസ്വരൂപ ആത്മാവാണ്.
എൻ്റെ മുഴുവൻ വികർമ്മങ്ങളും ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ, ശുദ്ധവും സത്യസ്വരൂപവുമാണ്. ആത്മാവായ ഞാൻ ഒരു കറയില്ലാത്ത വജ്രമാണ്. നിർമ്മലവും പാവനവുമാണ്. ഞാൻ അശരീരി ആത്മാവാണ്. വിദേഹിയാണ്. അകാലമൂർത്തിയാണ്. ബാബ, എൻ്റെ മധുരമായ ബാബ, ഞാൻ എത്രമാത്രം അങ്ങയോട് നന്ദി പറയണം. ബാബ, അങ്ങ് എന്നെ എത്രമാത്രം സ്നേഹത്തോടെ പവിത്രമാക്കി മാറ്റി അങ്ങേക്ക് സമാനമാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ നിരാകാരി, നിരഹങ്കാരി, നിർവികാരി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുകയാണ്. ഞാൻ ആത്മാ തൻ്റെ അനാദി സമ്പൂർണ്ണ സ്വരൂപത്തിൽ സ്വയം സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സമ്പൂർണതയുടെ സംസ്കാരത്തെ ഞാൻ എമർജ് ചെയ്യുകയാണ്. സതോ പ്രധാന സ്ഥിതിയിൽ പരംധാമത്തിൽ നിന്നും താഴെ ഭൂമിയിൽ സതോ ഗുണി സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുന്നു. സൃഷ്ടിയുടെ ആദികാലത്തിൽ, സുവർണകാലത്തിൽ, സദാ സമ്പൂർണ്ണ സുഖമയമായ സൃഷ്ടിയിൽ ഞാൻ തിളങ്ങുന്ന ദിവ്യ നക്ഷത്രം സമ്പൂർണ്ണ ദേവതാ സ്വരൂപത്തെ ധാരണ ചെയ്യുന്നു. ദിവ്യമായ അലൗകിക മുഖം, മസ്തകത്തിൽ പ്രകാശം, ഡബിൾ കിരീടധാരി, ദിവ്യതാ സമ്പന്നം. ഈ പാവന വൈകുണ്ഠത്തിൽ എല്ലാ ദേവതകളും സർവഗുണസമ്പന്നവും 16 കലാസമ്പൂർണവും സമ്പൂർണ്ണ നിർവികാരിയും മര്യാദാ പുരുഷോത്തമന്മാരും അഹിംസ പരമോധർമ്മധാരികളുമാണ്. ഇവിടെ ശ്രീ ലക്ഷ്മി ശ്രീനാരായണന്റെ രാജ്യമാണ്. ഇവിടെ എൻ്റെ പാർട്ട് എത്ര ശ്രേഷ്ഠമാണ്. ഈ ലോകത്തിൽ സുഖം, ശാന്തി, സന്തോഷം എല്ലാം തന്നെയുണ്ട്. ആ ലോകത്തിൽ ആടും സിംഹവും ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നു. സുഖം, സമൃദ്ധി, സമ്പന്നതയാൽ നിറഞ്ഞ സമ്പന്ന കാലം. നാനാഭാഗത്തും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞിരുന്നു. വജ്രരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട എത്ര മനോഹരമായ കൊട്ടാരങ്ങൾ! ഇത് സ്വർഗത്തിന്റെ സുന്ദരമായ ദൃശ്യങ്ങളാണ്. ഇവിടെ നമ്മൾ പരമപവിത്ര സ്വരൂപത്തിലാണ്. ഇങ്ങനെ സൂര്യവംശി, ചന്ദ്രവംശി 21 ജന്മങ്ങളിൽ സുഖമനുഭവിച്ച് ഞാൻ ആത്മാ
ദ്വാപരയുഗത്തിൽ ക്ഷേത്രങ്ങളിൽ ഭക്തരുടെ പൂജ്യ ഇഷ്ടദേവതാ സ്വരൂപത്തിൽ വിരാജിക്കുന്നു. എത്ര ആഡംബരങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങളിൽ എത്ര ഭാവനയോടുകൂടി ഭക്തർ എന്നെ പൂജിക്കുന്നു. എൻ്റെ പൂജ്യ സ്വരൂപത്തിൻ്റെ ദർശനത്തിന് വേണ്ടി ഭക്തർ ക്ഷേത്രങ്ങളിൽ ഭജനകളോടും മന്ത്രോച്ചാരണങ്ങളോടും കൂടി എന്നെ വിളിക്കുന്നു. എൻ്റെ പൂജ്യ സ്വരൂപം ഭക്തർക്ക് പവിത്രതയുടെയും ദിവ്യതയുടെയും ദർശനം ചെയ്യിപ്പിക്കുന്നു. അനേക ആത്മാക്കളുടെ മനോകാമനകൾ പരമാത്മ എന്നിലൂടെ പൂർത്തീകരിക്കുന്നു. പരമാത്മാവിനോടൊപ്പം ഞാനും ദുഃഖിതരായ ആത്മാക്കൾക്ക് സകാശം നൽകുകയാണ്. അതോടൊപ്പം അവർക്ക് പ്രേരണ നൽകുന്നു. ഈ സംഗമയുഗത്തിൽ വന്ന് പരമാത്മാവിൻ്റെ സമ്പത്ത് പ്രാപ്തമാക്കൂ. ഞാൻ എത്ര ശ്രേഷ്ഠമായ ഭാഗ്യവാൻ ആത്മാവാണ്. സ്വയം ഭഗവാൻ തൻ്റെ ശ്രേഷ്ഠ കർത്തവ്യത്തിൽ എന്നെ സഹയോഗിയാക്കി മാറ്റിയിരിക്കുന്നു. ഞാൻ ഈ സാകാരി സംഗമയുഗീ സൃഷ്ടിയിൽ പരമാത്മാവിൻ്റെ ശ്രേഷ്ഠ രചന, സൃഷ്ടിയുടെ ആദിപിതാ പ്രജാപിത ബ്രഹ്മാമുഖവംശാവലി സർവോത്തമ ബ്രാഹ്മണനാണ്. ഞാൻ ബ്രാഹ്മണൻ, സമ്പൂർണ്ണ പവിത്ര ആത്മാവാണ്. ഞാൻ ശ്രേഷ്ഠ ആത്മാവാണ്. പവിത്രത, ശാന്തി ഇതെല്ലാം ആത്മാവായ എൻ്റെ സ്വധർമ്മമാണ്. ഈ സൃഷ്ടിചക്രത്തിൽ എൻ്റെ സ്ഥാനം സർവോത്തമമായ സ്ഥാനമാണ്. ഞാൻ ബ്രാഹ്മണ ആത്മാ, പതീതരെ പാവനമാക്കി മാറ്റുന്ന പതീത പാവനീ ഗംഗയാണ്. ജ്ഞാനസാഗരനായ ശിവബാബ ശ്രേഷ്ഠ ഭാഗ്യരഥത്തിലൂടെ ഞാനാകുന്ന ജ്ഞാനഗംഗയ്ക്ക് ദിവ്യ അലൗകിക ജന്മം നൽകിയിരിക്കുന്നു. ബ്രഹ്മാബാബയോടൊപ്പം എനിക്കും ദിവ്യമായ അലൗകിക ജന്മം ലഭിച്ചിരിക്കുന്നു. പുതിയ സൃഷ്ടിയുടെ സ്ഥാപനയുടെ ദിവ്യ കർത്തവ്യത്തിന് വേണ്ടി ബ്രാഹ്മണനായ ഞാൻ ഈശ്വരീയ സേവാധാരി കൂടിയാണ്. സമ്പൂർണ്ണ വിശ്വത്തിൻ്റെ മംഗളകാരിയാണ്. ആത്മാവായ ഞാൻ ത്രികാലദർശിയാണ്. മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തെ മനസ്സിലാക്കുന്ന ജ്ഞാനി ആത്മാവാണ്. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആദിപിതാവിനോടൊപ്പം ബ്രാഹ്മണനായ ഞാനും തപസ്സു ചെയ്യുന്നു. ആത്മാവായ എൻ്റെ ലക്ഷ്യമിതാണ്, സമ്പൂർണ്ണ ഫരിസ്തയായി മാറുക. ഞാനിപ്പോൾ എൻ്റെ ദേഹത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് വേറിടുകയാണ്.
ഞാൻ ബ്രാഹ്മൺ സോ ഫരിസ്തയാണ്. ഉന്മേഷ ഉത്സാഹത്തിൻ്റെ ചിറകിലൂടെ ആകാശതത്വത്തിനുപരി പ്രകാശലോകത്തിലേക്ക് പറന്നുയരുകയാണ്. പ്രകാശമയ ലോകത്തിൽ 4 ഭാഗത്തും പ്രകാശം തന്നെ പ്രകാശം. ഞാൻ എന്നെ തന്നെ പ്രകാശവസ്ത്രധാരിയായി കാണുന്നു. വദനത്തിൽ ബാബ് ദാദ എന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാനിപ്പോൾ എന്നെ ബാബ് ദാദയുടെ സന്മുഖത്ത് കാണുന്നു. ബാബ് ദാദയിൽ നിന്നും അളവറ്റ സ്നേഹത്തിൻ്റെ ദൃഷ്ടിയുടെ അനുഭവം ഞാനിപ്പോൾ ചെയ്യുകയാണ്. ഞാൻ എത്ര സൗഭാഗ്യശാലിയായ ആത്മാവാണ്. പരമാത്മാ സ്നേഹത്തിൻ്റെ പാത്രമായി മാറിയിരിക്കുന്നു ഞാൻ. ഞാൻ ബാബ് ദാദയുടെ സ്നേഹത്തിൽ ലയിക്കുകയാണ്. ബാബ് ദാദയുടെ അടുത്ത് അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ഞാൻ ചെയ്യുന്നു. മധുരമായ ബാബ, അങ്ങയുടെ സാന്നിധ്യത്തിൽ എത്ര അലൗകികമായ സുഖമാണുള്ളത്. ഈ ഫരിസ്താസ്ഥിതി എത്ര വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. ശാന്തി, സ്നേഹം, സുഖം, പവിത്രതയാൽ സമ്പന്നമായ ഫരിസ്തയാണ് ഞാൻ. ബാബ് ദാദയുടെ മസ്തകത്തിൽ നിന്നും നയനങ്ങളിൽ നിന്നും പവർഫുൾ സകാശിൻ്റെ അനുഭവം ഞാൻ ചെയ്യുന്നു. ഇതിലൂടെ ബാബ എന്നെ പരിപൂർണതയുടെ അനുഭവം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ സർവശക്തി സ്വരൂപവും സർവഗുണസമ്പന്ന സ്വരൂപവുമാകുന്നു. വരദാനി മൂർത്തിയായ ബാബ എന്നെ സർവവരദാനങ്ങളാലും സമ്പന്നമാക്കി മാറ്റുകയാണ്. ഞാൻ സർവഗുണസമ്പന്നമായ ഫരിസ്തയാണ്. ഓം ശാന്തി.
जगी रहे। आरज़ू है यही कि तेरी गोद में बाबा हंसती हर एक जिंदगी रहे। तार मन की तुम्हीं से जुड़ी ही रहे। आत्म ज्योति सभी की जगी ही रहे। आरज़ू है यही कि तेरी गोद में बाबा हंसती हर एक जिंदगी रहे। तार मन की तुम्हीं से जुड़ी रहे।
ശാന്തി. ഇപ്പോൾ സ്വയം ആത്മീയ ശക്തികളാൽ സമ്പന്നമാണെന്ന് മനസ്സിലാക്കൂ. ക്ഷീണമോ പ്രയാസമോ ഒന്നും തന്നെ ഞാനാകുന്ന ആത്മാവിനെ ബാധിക്കുന്നില്ല. ഞാൻ ശക്തി സ്വരൂപനായ ആത്മാവാണ്. ഞാൻ ആത്മാ മായാജീത് ആണ്. അല്പനേരം ഈ സങ്കല്പത്തിൽ മുഴുകിയിരിക്കാം. ശാന്തി. സ്വയം പരംധാമനിവാസിയായ ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. സർവശക്തനായ ശിവബാബയുടെ സന്താനമായ ഞാൻ ആത്മാവ് മാസ്റ്റർ സർവശക്തനാണ്. മായാവി സങ്കൽപ്പങ്ങൾക്കോ ഭയാശങ്കകൾക്കോ എൻ്റെ പ്രഭാവലയത്തെ ഭേദിക്കാനാകില്ല. ഞാൻ ആത്മാ മാസ്റ്റർ സർവശക്തനാണ്. അല്പനേരം ഈ സങ്കൽപ്പത്തിൽ മുഴുകിയിരിക്കാം.
आई ऐसी कला है, तेरे स्नेह में समाए हैं हम ऐसे धीरे धीरे, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे। दिल में बिठा के आपने खूबियों से भर दिया है, दिल में बिठा के आपने खूबियों से भर दिया है, जन्म जन्म के अरमानों को पूरा कर दिया है, तेरी यादों में समाए हैं हम ऐसे धीरे धीरे, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे। सितारों की दुनिया में रहते बाबा हमारे, बेहद हसीन घड़ियां देखें रूहानी नजारे, मीठे वतन में पहुँचे हम ऐसे धीरे धीरे, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे। सागर में जैसे नदियाँ मिलती हैं धीरे धीरे, मिलती है धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे आए तेरे करीब बाबा, हम ऐसे धीरे धीरे।
ഇപ്പോൾ സെക്കൻഡിൽ ജ്ഞാന സൂര്യ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. നാല് ഭാഗത്തുമുള്ള ഭയം നിറഞ്ഞ അശാന്തരായ ആത്മാക്കൾക്ക് സർവശക്തികളുടെയും കിരണങ്ങൾ വ്യാപിപ്പിക്കൂ. വളരെയധികം ഭയം നിറഞ്ഞവരാണ്. ശക്തി നൽകൂ. വൈബ്രേഷൻസ് വ്യാപിപ്പിക്കൂ.
ശരി. ഓം ശാന്തി. सौम्यनां शिवन्तन्
സുന്ദരരൂപം സമതുലന സർവശക്ത മംഗളഭാവം സൂര്യതേജോമയം അനാദിസ്വരൂപം സുവർണമാനസം ഏകരസ സ്ഥിതിസ്ഥിരം പൊൻകിനാവിൻ തീരത്തു വന്ന പൊൻകതിരവനേ എൻ ശിവനേ പുകഴേറും പുതുലോകം പണിയാൻ വന്ന പുകഴേന്തും ശില്പിനി ദേവശില്പി പൊൻകിനാവിൻ തീരത്തു വന്ന പൊൻകതിരവനേ എൻ ശിവനേ പുനരാവർത്തിക്കും പുതുമയില്ലാ ചക്രത്തിൽ പുതുമയോടെത്തും നീയാം പരമപുരുഷൻ പുനരാവർത്തിക്കും പുതുമയില്ലാ ചക്രത്തിൽ പുതുമയോടെത്തും നീയാം പരമപുരുഷൻ പുതുമഴ പോലെ ജ്ഞാനം വർഷിച്ച പരമ്പൊരുളേ നീ ജ്ഞാനസാഗരൻ പുതുമഴ പോലെ ജ്ഞാനം വർഷിച്ച പരമ്പൊരുളേ നീ ജ്ഞാനസാഗരൻ പൊൻകിനാവിൻ തീരത്തു വന്ന പൊൻകതിരവനേ എൻ ശിവനേ പലതും നിനച്ചു ദൈവമെന്ന പോൽ ചിലതൊക്കെ ലഭിച്ചു നിറവൊന്നുമില്ലാതെ പലതും നിനച്ചു ദൈവമെന്ന പോൽ ചിലതൊക്കെ ലഭിച്ചു നിറവൊന്നുമില്ലാതെ ശിവനെ നിനച്ചു അനന്യഭക്തിയാൽ ശിവനൻ ജീവന് സായുജ്യമേകി ശിവനെ നിനച്ചു അനന്യഭക്തിയാൽ ശിവനൻ ജീവന് സായുജ്യമേകി പൊൻകിനാവിൻ തീരത്തു വന്ന പൊൻകതിരവനേ എൻ ശിവനേ പുകഴേറും പുതുലോകം പണിയാൻ വന്ന പുകഴേന്തും ശില്പിനി ദേവശില്പി